ഗുവാഹത്തിയിൽ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റിനെ കാണാനില്ല. ജോർഹാട്ട് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് 7:42 റഡാറിൽ നിന്ന് സിഗ്നൽ പൂർണ്ണമായും നഷ്ടമായി. വ്യോമസേന പരിശോധന ആരംഭിച്ചു. റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകുക. റഷീദ്, എന്താണ് സംഭവിച്ചത്? 7 മണിയോടുകൂടി ജോർഹാട്ട് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്നിട്ടുള്ള യുദ്ധവിമാനമാണ് ഇപ്പോൾ റഡാറിൽ നിന്നും നഷ്ടപ്പെട്ടെന്നുള്ള വിവരമാണ് ആദ്യം വ്യോമസേന പുറത്തുവിട്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമാനം തകർന്ന് വീണതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ വിവരം ഇപ്പോൾ വ്യോമസേന പുറത്തുവിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഈ വിമാനം 7:42 തന്നെ റഡാറിൽ നിന്നും പൂർണ്ണമായും വിമാനത്തിന്റെ സിഗ്നൽ നഷ്ടപ്പെടുകയായിരുന്നു. വ്യോമസംഘത്തിന്റെ പരിശോധന അടക്കം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദഗ്ധ സംഘത്തെ ഈ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു മലമുകളിലാണ് ഈ വിമാനം തകർന്നു വീഴുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തകർന്നു വീണതിന്റെ ഉഗ്ര ശബ്ദമടക്കം നാട്ടുകാർ കേട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഒരാൾക്ക് മാത്രം, അതായത് ഒരു പൈലറ്റിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു വിമാനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പൈലറ്റിനെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മേഖലയിലേക്ക് കൂടുതൽ സംഘത്തെ അയക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ പൈലറ്റിനും ഈ വിമാനം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനുമായിട്ടുള്ള വിദഗ്ധ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.